മത്തായി സുവിശേഷം 11:19 മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. ഭക്ഷണപ്രിയനും വീഞ്ഞു കുടിയനുമായ മനുഷ്യൻ, ചുങ്കക്കാരുടെയും അധർമ്മികളുടെ സ്നേഹിതനെന്ന് അവർ പറയുന്നു. ജ്ഞാനമോ അതിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലയളവിൽ യഹൂദ മത നേതാക്കന്മാർ യേശുവിനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളാണ് നമ്മളിവിടെ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. മത നേതാക്കന്മാർ യേശുവിനെ ചുങ്കക്കാരുടെ അധർമ്മികളുടെ സ്നേഹിതനെന്ന് വിളിക്കുവാനുള്ള കാരണത്തിന്റെ പിന്നിൽ മറ്റൊന്നുമായിരുന്നില്ല. യേശുവിന്റെ കാലയളവിൽ ഉണ്ടായിരുന്ന ആത്മിക ഗുരുക്കന്മാർ തങ്ങളെ തന്നെ നീതിമാന്മാരെന്നും വിശുദ്ധന്മാരും എന്ന് തങ്ങളെ തന്നെ കണക്കാക്കി പാപികളായവരെ വെറുക്കുക മാത്രമല്ല, അവരുമായിട്ട് യാതൊരുവിധ സഹകരണങ്ങൾക്ക് മുതിരാതെ അവരെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നതായിരുന്നു ആ കാലഘട്ടത്തിലെ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. എന്നാൽ സമൂഹത്തിലെ ഒരു യഹൂദ ഗുരുവായി കണക്കാക്കിയിരുന്ന കർത്താവായ യേശുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നശിച്ചു പോകുന്ന എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ കണ്ണിൽ വിലയേറിയ ആത്മാക്കൾ എന്ന് കണ്ട് അവരോട് വളരെ സഹാനുഭൂതിയോടെ പെരുമാറുകയും നിത്യജീവന്റെ മാർഗം കർത്താവ് ഉപദേശിക്കുകയും ചെയ്തു. ഇത് കണ്ട് മറ്റ് ആത്മീയ നേതാക്കന്മാർ പരിഹാസത്തോടെ യേശുവിനെ വിളിക്കുന്നതാണ് അവൻ പാപികളുടെ സ്നേഹിതൻ എന്നുള്ളത്. കർത്താവ് യേശുവിന്റെ സ്വഭാവശ്രേഷ്ഠത എന്ന് പറയുന്നത് തിരുവചനത്തിൽ നമ്മൾ നോക്കുമ്പോൾ, തന്നെ ആശ്രയിച്ച് ആര് തൻ്റെ അടുക്കൽ കടന്നു വന്നാലും അവർ സാഹചര്യങ്ങളെ നോക്കാതെ അവരെ കൈക്കൊള്ളുന്ന ഒരു സ്വഭാവമായിരുന്നു കർത്താവ് യേശു ക്രിസ്തുവിന് ഉണ്ടായിരുന്നത്. തൻ്റെ അടുക്കൽ കടന്നു വരുന്ന ഒരു വ്യക്തി പാപിയാകട്ടെ നീതിമാനാകട്ടെ, ധനവാനോ ദരിദ്രനോ, ചെറിയവനോ വലിയവനോ, യഹൂദനോ അന്യജാതിക്കാരനോ എന്ന് ഒരു വേർതിരിവില്ലാതെ ആര് തന്നെ ആയിരുന്നാലും കർത്താവ് അവരെ സ്വീകരിക്കുകയും അവർക്ക് വിടുതലും സൗഖ്യവും സമാധാനം നൽകി അവരെ സ്നേഹിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. കർത്താവിന്റെ കണ്ണിന് മുമ്പിൽ ലോകത്തിൽ തൻ്റെ അടുക്ക വരുന്ന എല്ലാ മനുഷ്യരെയും താൻ ഒരേപോലെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. പ്രിയമുള്ളവരെ, നീതിമാന്മാരെ ദുഷ്ടന്മാരിൽ നിന്ന് രക്ഷിക്കാനായിട്ട് ഈ ലോകത്തിൽ ധാരാളം അവതാര പുരുഷന്മാർ ഒരുപക്ഷെ വന്നിട്ടുണ്ടായിരിക്കാം. എന്നാൽ നീതിമാന്മാരെ മാത്രമല്ല, പാപത്തിന്റെ ചെളിക്കുഴിയിൽ ആണ്ടുപോയവരെ പാപക്ഷമ നൽകി പാപ വഴികളിൽ നിന്ന് വീണ്ടെടുത്ത് അവർക്ക് നിത്യജീവൻ നൽകുവാൻ കർത്താവ് യേശു അല്ലാതെ മറ്റാരും ഈ ലോകത്തിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഒരു സത്യമെന്ന് പറയുന്നത്. മത്തായി സുവിശേഷം 5:46 കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? പ്രിയപ്പെട്ടവരെ, നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുക എന്ന് പറയുന്നത് വളരെ സാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മളെ വിരോധിക്കുന്നവരെ, നമ്മളോട് ശത്രുക്കളായിരിക്കുന്നവരെ അല്ലെങ്കിൽ പാപികളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണമായിട്ടുള്ളൊരു കാര്യമല്ല, മറിച്ച് ദൈവ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് പാപികളായിട്ടുള്ളവരെ അല്ലെങ്കിൽ നമ്മളെ ദ്വേഷിക്കുന്നവരെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. പാപത്തെ വെറുത്തുകൊണ്ട് എന്നാൽ പാപികളെ സ്നേഹിച്ചുകൊണ്ട് കർത്താവ് ശ്രേഷ്ഠകരമായിട്ടുള്ളൊരു മാതൃക ഈ ലോകത്തിന് കാണിക്കാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവ് യേശു പാപികളായിരുന്നവിടെ സൽക്കാരം സ്വീകരിച്ച് അവരോടുകൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എന്നാൽ ഒരിക്കലും പാപത്തെ സ്നേഹിക്കുകയോ പാപം ചെയ്യുകയോ ചെയ്തതായിട്ട് നമ്മൾ എവിടെയും കാണുന്നില്ല. തൻ്റെ സമകാലീനരായിട്ടുള്ള ഹിസ്റ്റോറിയൻസ് പോലും അങ്ങനെയുള്ളൊരു ആരോപണം കർത്താവിനെതിരെ പറയുന്നത് നമ്മൾ എവിടെയും നമ്മൾ കാണുന്നില്ല. മാത്രമല്ല, തൻ്റെ അടുക്കൽ കടന്നു വരുന്നവർ പാപ വഴികളെ ഉപേക്ഷിച്ച് സമൂഹത്തിന് ഒരു നന്മയായി മാറുന്നത് തിരുവെഴുത്തിൽ നമുക്ക് ധാരാളം അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 19:7-8 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, അന്യായം ചെയ്യുന്ന സക്കായിയുടെ ഭവനത്തിൽ ഭക്ഷണത്തിനിരുന്ന യേശുവിനെ നോക്കി അവിടെ കൂടി നിന്നവർ, അവൻ പാപിയായ ഒരു മനുഷ്യനോട് കൂടെ പാർക്കാൻ പോയി എന്ന് പറഞ്ഞ് പിറുപിറുത്തു. പ്രിയമുള്ളവരെ, യേശു സക്കായിയുടെ ഭവനത്തിൽ പോയതുകൊണ്ട് കർത്താവിന്റെ പരിശുദ്ധിക്ക് ഒരു കോട്ടവും സംഭവിച്ചില്ല. മറിച്ച് പാപിയായ സക്കായി മാനസാന്തരപ്പെടുവാൻ അതിടയാക്കി. താൻ അന്യായമായി നേടിയ സമ്പത്ത് 4 മടങ്ങ് മടക്കി നൽകിയതായിട്ടാണ് നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. മത്തായി സുവിശേഷം 9:10-13 വരെയുള്ള ഭാഗങ്ങളിൽ അവൻ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ വളരെ ചുങ്കക്കാരും പാപികളും വന്ന് യേശുവിനോടും അവന്റെ ശിഷ്യന്മാരോടും കൂടെ പന്തിയിലിരുന്നു. പരീശന്മാർ അത് കണ്ട് അവന്റെ ശിഷ്യരോട്, നിങ്ങളുടെ ഗുരു ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഭക്ഷിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. യേശു അത് കേട്ടപ്പോൾ, രോഗികൾക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, യാഗത്തിലല്ല കരുണയിലാണ് ഞാൻ പ്രസാദിക്കുന്നത് എന്നതിന്റെ അർത്ഥം പോയി പഠിക്കുവിൻ. ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെയാണ് വിളിക്കാൻ വന്നതെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വിവിധ സാമൂഹിക കാരണങ്ങളാൽ പാപവഴികളിൽ അകപ്പെട്ട ധാരാളം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സാധാരണയായി അങ്ങനെയുള്ള പാപികളെ ലോകം വെറുക്കുമ്പോൾ കർത്താവായ യേശു പാപരോഗത്താൽ വലയുന്നവരെ സൗഖ്യം നൽകി
അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് കരുണയോടെ നിത്യജീവൻ കൊടുത്ത് അവരെ സ്നേഹിക്കുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ തിരുവചനത്തിൽ ഇപ്രകാരമാണ് വായിക്കുന്നത്: ചുങ്കക്കാരും പാപികളും എല്ലാം അവന്റെ വചനം കേൾക്കാൻ അവന്റെ അടുക്കൽ വന്നു. ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്ന് പരീശന്മാരും ശാസ്ത്രിമാരും പറഞ്ഞു പിറുപിറുത്തു. അവരോട് അവൻ ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ഒരാൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ. അതിൽ ഒന്ന് കാണാതെ പോയാൽ അവൻ 99 മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കാതിരിക്കുമോ? കണ്ടുകിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയും അയൽക്കാരെയും വിളിച്ചുകൂട്ടി, കാണാതെ പോയി എൻ്റെ ആടിനെ കണ്ടു കിട്ടിയതുകൊണ്ട് എന്നോടുകൂടെ സന്തോഷിക്കുവിൻ എന്ന് അവരോട് പറയും. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മകനോ മകളോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി പാപ വഴികളിൽ അകപ്പെട്ടാൽ പുറത്തുള്ള സമൂഹത്തിന് അത് സംസാരിക്കാൻ ചില കാരണങ്ങൾ മാത്രമായിട്ട് മാറുന്നത് നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്നാൽ നമ്മൾ എത്രമാത്രം വേദനയിൽ കൂടെ കടന്നു പോകും. നഷ്ടപ്പെട്ടവർക്കേ അതിൻ്റെ വേദന തിരിച്ചറിയുവാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ വഴിതെറ്റിപ്പോയ നമ്മുടെ മക്കളാകട്ടെ, പ്രിയപ്പെട്ടവരാകട്ടെ, നമ്മുടെ സ്നേഹിതരാകട്ടെ, അവർ മാനസാന്തരപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന സന്തോഷം എത്രമാത്രം വലിയതായിരിക്കും, എത്രമാത്രം വലിയ ആനന്ദമായിരിക്കും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുക എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ എല്ലാ മനുഷ്യാത്മാവും ദൈവത്തിൻ്റെ കണ്ണിൽ അതുല്യമായിട്ടുള്ളതാണ്, വിലയേറിയതുമായതുകൊണ്ട് അതിലൊന്നുപോലും നഷ്ടപ്പെട്ടു പോകാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ ലോകത്തിലുള്ളവർ യേശുവിനെ പരിഹാസത്തോടെ പാപികളുടെ സ്നേഹിതൻ എന്ന് വിളിച്ചെങ്കിലും കർത്താവ് അത് ഗണ്യമാക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവിധം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിക്കുവാൻ വേണ്ടിയല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും തൻ്റെ ജീവിതത്തിൽ പാപമൊന്നുമില്ല, ഞാൻ ദോഷം ആർക്കും ചെയ്യുന്നില്ല, ഞാൻ ഒരു നീതിമാനാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, ദൈവവചനം നമ്മോട് പറയുന്നത് അല്ലെങ്കിൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 1-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതായി. സങ്കീർത്തന പുസ്തകം 53:2 പ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. പ്രിയമിത്രമേ, നമ്മുടെ ദൃഷ്ടിയിൽ നാം നീതിമാന്മാരെന്ന് നമുക്ക് തോന്നുമായിരിക്കാം. എന്നാൽ ദൈവത്തിന്റെ കണ്ണിൽ അങ്ങനെ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 4:4 ഇപ്രകാരം എഴുതുന്നത്: എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ച് ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. യെശയ്യാവിന്റെ പുസ്തകം 64:6 നമ്മൾ വായിക്കുന്നത്: നമ്മുടെ നീതി പ്രവൃത്തികളൊക്കെയും കറപുരണ്ട തുണികൾ പോലെയാകുന്നു. പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ മറ്റു മനുഷ്യരുമായി തുലനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം മറ്റുള്ളവരെക്കാളും ശ്രേഷ്ഠമാണെന്ന് നമുക്ക് ഒരുപക്ഷെ തോന്നുമായിരിക്കാം. എന്നാൽ പരിശുദ്ധ ദൈവത്തോടും തൻ്റെ സ്വഭാവത്തോടും നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് തുലനം ചെയ്തു നോക്കിയാട്ടെ, നമ്മുടെ നീതി പ്രവൃത്തികൾ കറപുരണ്ട തുണിക്ക് സമാനമായിട്ട് അത് തീരുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെയാണെങ്കിൽ ഈ പാപത്തിന്റെ അശുദ്ധിയിൽ നിന്ന് നമുക്ക് എങ്ങനെ വിടുതൽ പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും? 1 യോഹന്നാൻ 1:9 തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്: നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുകയാണെങ്കിൽ അവൻ നമ്മോട് ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനുമാകുന്നു. 1:7 വചനം പറയുകയാണ്: അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. മുടിയനായ പുത്രന്റെ ഉപമയിൽ കൂടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. പാവകരമായ ജീവിതം നയിച്ച് പിതാവിൻ്റെ സമ്പത്ത് നാനാവിധമാക്കി പിന്നീട് പിതാവിൻ്റെ സ്നേഹത്തെ ഒരിക്കൽ തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്ന മകനെ ദൂരമേ കണ്ടിട്ട് ആ പിതാവിന് മനസ്സലിയുകയും ഓടിച്ചെന്ന് തൻ്റെ മകൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് താൻ അവനെ ചുംബിക്കുകയുണ്ടായി. ശേഷം നടത്തപ്പെട്ട വിരുന്ന് കണ്ടിട്ട് പിതാവിൻ്റെ മൂത്ത മകൻ വയലിൽ നിന്ന് കടന്നു വരുമ്പോൾ കുപിതനായിട്ട് ക്രോധത്തോടുകൂടെ സംസാരിക്കുന്നത് നമ്മൾ വചനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ പിതാവ് മൂത്ത മകനോട്: നിന്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടി, ആകിയാൽ സന്തോഷിച്ചു ആനന്ദിക്കേണ്ടത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞു. ഇന്നും നഷ്ടപ്പെട്ടു പോയവർക്ക് വേണ്ടി
കാത്തിരിക്കുന്ന സ്നേഹവാനായ ഒരു പിതാവിനെ അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നാം നമ്മുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ, ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ പാപപരിഹാരത്തിനായി കാൽവറി ക്രൂശിൽ തന്നെത്താൻ ബലി നൽകിയ യേശുവിൽ വിശ്വസിച്ച് അവനെ ദൈവമെന്ന് അംഗീകരിച്ച് സ്വീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുകയാണെങ്കിൽ, നമ്മുടെ പാപങ്ങൾ രക്താംബരം പോലെ കടും ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ, നമ്മളെ കർത്താവിൻ്റെ മകനായി മകളായി സ്വീകരിച്ച് നമ്മെ നിത്യജീവന്റെ കൂട്ടവകാശികളാക്കി തീർക്കാൻ കരുണയുള്ളവനാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും മാനവജാതിയുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുകയും ചെയ്യുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ വീണ്ടും സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.